പക്ഷേ കോള് വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. ഇതാണ് ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചതാണ്. പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഇപ്പോൾ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വരുന്നത് അമ്മാതിരി വാക്കുകളാണ് വരുന്നത്. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിനോട് എങ്ങനെ ജീവിക്കാൻ തന്നെ ഞാൻ ചിന്തിച്ചു വിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ സ്വഭാവ ക്യാരക്ടറുള്ള പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇവരുടെ രണ്ടിന്റെ വീഡിയോ, ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഒരാൾ ഒരു നീല ഗ്രില്ലിന്റെ അവിടെയും ഒരാൾ ഒരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും അവളുടെ അങ്ങോട്ട് കയറി പോകുന്നു, അവളുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു, അവളുടെ ഊബറിൽ. ഇവിടെ കുറേ ബാഗ്, ഡ്രസ്സിനാണ് എനിക്ക് ചാവി തരാണ്ടിരുന്നത്. ഹെൽമെറ്റ്, ഏതോ ഒരു ചെക്കൻ്റെ ഹെൽമെറ്റ്, അവരുടെ ഷഡ് വരെ അവിടെ അലക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സ് ലല്ലുവിന്റെ അല്ലെന്ന് നീ പറയുകയാണെങ്കിൽ ലല്ലുവിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എടാ, എനിക്ക് കഷ്ടപ്പെടാനും ഓടി നടക്കാനൊന്നും കുഴപ്പമില്ല, ഞാൻ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുട്ടീനെന്താക്കും, അതാണ് ടാസ്ക്. ഇതെന്റെ ഫ്രണ്ട് എടുത്തുന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്. ഒരു ദിവസം ഇവിടെ അർമാതി എന്നിട്ട് റൂമ് പൂട്ടിയിട്ട് ഡ്രസ്സുണ്ട്, ഇവിടെ കുറേ ഡ്രസ്സുണ്ട്, കുറേ ചെക്കൻ്റെ ഏതോ ഒരു ചെക്കൻ, മലപ്പുറമുള്ള ചെക്കനാണ്. നിന്റെ കാല് പിടിക്കാം, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. 10:20 AM ഇന്ന് ടുഡേ എന്നയച്ച മെസ്സേജാ. ലാസ്റ്റ് മെസ്സേജ്, നിന്റെ കാല് പിടിക്കാം, നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം സഫയ്ക്ക് തിരിച്ച് ചോദിച്ചൂടെ? ഞാൻ ഒന്ന് റിപ്ലൈ എടുക്കാതെ നമ്മൾ കോർട്ട് വഴി നീങ്ങുന്നതാ. ഒരുപാട് മെസ്സേജ് ഉണ്ട്, ഒന്ന് ഞാൻ റിപ്ലൈ കൊടുത്തുള്ളതാ. കുറെ കരഞ്ഞ് ഇമോജി, ഇടയ്ക്ക് വോയിസ് അയക്കും, നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ ചെയ്യാൻ പോണ കളികൾ എന്താണെന്ന് അറിയാം. അതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ അപ്പം ഡിലീറ്റ് ചെയ്യും. രണ്ടാളും കണക്കാം, മേനോ അതെ ഫസ്മിനോ അതെ, അപ്പം ഡിലീറ്റ് ചെയ്യും. അപ്പൊ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ തെളിവ് ഉണ്ടാവില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയം തോന്നും, ഇത് എന്തിൻ്റെ വീഡിയോ ആണെന്ന്. ഇതൊരു ഒളിച്ചോട്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ട്വിസ്റ്റ് ഉണ്ട്. ഉറങ്ങി കിടക്കണ കൊച്ചിനെ ഞാൻ എടുത്തോന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ കാർ ഇടുന്നേ, ഇവിടെ എന്റെ കാർ ഇടുന്ന ഇവിടെ ഞാൻ ഇറങ്ങി. അതിലെവിടെ, ഇതിലെ ഏത് ഭാഗത്തെ ലല്ലുണ്ടായത്? ലല്ലു നിന്ന സൈഡ് ഏതാ? അവിടെ വീഡിയോ എടുത്ത ആള് തന്നെ പറയുന്നുണ്ട് ഒളിച്ചോട്ടമല്ല എന്ന്. അതും കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് ആരാണ് ചെയ്തതെന്ന് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഇത് ചെയ്തത്. അതാണ് അടുത്ത ടെസ്റ്റ്. കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് കൂട്ടുകാരിയുടെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെയാണ് നീ പോയിരിക്കുന്നത്. അതിലും വലിയ ഒരു വൃത്തികേട് ഒരു യുവതിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇത്രയും ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇവിടെ തെളിയുകയാണ് ഒളിച്ചോടി പോയില്ല എന്നുള്ള കാര്യം. എന്നിരുന്നാലും സംശയം ഒട്ടും തീരുന്നില്ല കൂട്ടുകാരിക്ക്. കാരണം കൂട്ടുകാരി ചോദിക്കുന്നതിലും കാര്യമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ലല്ലുവിന്റെ വേറെ ഒരു വീഡിയോയും, അതായത് ഇവര് തമ്മിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. അതായത് ഒരാൾ കോഴിക്കോടാണെങ്കിൽ ഒരാൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഒരാൾ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഒരാൾ ആഫ്രിക്ക. അത്രയും ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് സഫ പറയുന്നത്. അവർക്ക് അറിയത്തില്ല സ്ഥലം എവിടെയെന്ന്, അവർക്ക് അറിയത്തില്ല. ഉറപ്പാണല്ലോ അല്ലെ സഫ? ബാക്കി കേൾക്കാന്ന്. ആ വീഡിയോ നിങ്ങൾ നോക്കിയോ? ഓക്കെ, ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇവരുടെ രണ്ടിന്റെ വീഡിയോ, ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഒരാൾ ഒരു നീല ഗ്രില്ലിന്റെ അവിടെയും ഒരാൾ ഒരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും അവളുടെ അങ്ങോട്ട് കയറി പോകുന്നു, അവളുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു, അവളുടെ ഊബറിൽ. ഓക്കെ, അവളുടെ ഊബറിൽ. എന്താ മോളെ ഞാൻ എന്നെ വിളിക്കുക? ഈ റമളാൻ മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക? ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണ്, എന്റെ റബ്ബെ, റമളാനിൽ എനിക്ക് ഇങ്ങനെ നാവെടുത്ത ഇങ്ങനെ കള്ളം പറയരുത് മനുഷ്യരായ, ഇമാതിരി വിളിച്ചു പോകരുത്. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ഇതെന്റെ ഫ്രണ്ട് എടുത്തുന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം. ഇവളുടെ വീടിന് അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിന്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പൊ എന്തിനു നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി? എന്തിനാ അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ലബോറട്ടറിയിലോട്ട് നീയും നിന്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്ന് എന്തിനാ അവനെ അവിടെ ഒളിപ്പിച്ച് നിർത്തി? നിനക്ക് ആ സ്ഥലം അറിയില്ലെന്നല്ലേ നീ പറയുന്നത്? കൊളാഷ് ഇട്ട് നിങ്ങൾ അങ്ങോട്ട്, നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. കോഴിക്കോട് കൊയിലാണ്ടി പോലെ വേറെ ഏതോ സെറ്റപ്പിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇത്രയും പറയാൻ പറ്റുമോ? ഇത്രയും പോലും പറയാൻ പറ്റത്തില്ല. അത്രയും ദൂരം പോലും ഇല്ല. ആ ദൂരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ മോള് ഡയലോഗ് അടിക്കുന്നത്, അയ്യോ ലല്ലു എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല, ലല്ലു ഇല്ല. ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇവള് പറയുന്നുണ്ട്, ലല്ലു എവിടെയെന്ന് എനിക്ക് അറിയില്ല, ലല്ലു എന്റെ കൂടെ ഇല്ല, ലല്ലു എന്റെ കൂടെ ഇല്ലായിരുന്നു. എത്ര വീഡിയോകൾ നിങ്ങൾ ഒരുമിച്ചുള്ള എത്ര വീഡിയോകൾ ഞാൻ ഇവിടെ നിരത്തുന്നുണ്ട്. അതെ, അവനിതൊരു ത്രില്ലാണ്, അവനിതൊരു ഹോബിയായിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കൂട്ടുകാരി ഇപ്പോൾ ഒരു സീരിയസ് രീതിയിലാണ് ആ കഥകളെല്ലാം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു അടുത്ത സീരീസാണ് ഈ കാണാൻ പോകുന്നത്. എന്നിരുന്നാലും ഈ കൂട്ടുകാർ ചോദിക്കുന്നതിലും കുറേ ന്യായങ്ങളില്ലേ? കാരണം തെളിവ് സഹിതമാണ് ഈ കൂട്ടുകാരി എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, എന്റെ കണ്ണീരിന് നീയും അവനും അനുഭവിക്കും. അവൻ ഓൾറെഡി അനുഭവിച്ച് തീരാറായി, നീ ഇനി അനുഭവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല. എങ്ങനെ ലല്ലുവിന്റെ ലൈവിൽ സഫ വന്നെന്ന്, സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു, സഫ എങ്ങനെ വന്നു, ലൈവ് എന്തിനും മ്യൂട്ട് ചെയ്തു, ഇതിനൊന്നും സഫയ്ക്ക് ഉത്തരവില്ല. ആ കമന്റ് വന്ന സഫ അപ്പത്തേ. ഹലോ, ഐ എം മുകേഷ് യാദവ് മാധവ്. ആദ്യം തന്നെ എടുത്തു പറയട്ടെ, ഈ ഒരു യൂണിവേഴ്സിലേക്ക് കിടക്കുന്ന പലർക്കും പല സംശയങ്ങളും തോന്നാം. ഇതാരാണ്, ഇത് ആരുടെ കാമുകനാണ്, ഇത് ആരുടെ ഭർത്താവാണ്, ഇതെന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നാം.
ഒരു സത്യം ഞാൻ പറയാം, എനിക്കും അത് വ്യക്തമായിട്ട് പറയാൻ കഴിയത്തില്ല. കാരണം ഇന്നൊരാളുടെ കാമുകനാണെങ്കിൽ നാളെ മറ്റൊരാളുടെ ഭർത്താവായിരിക്കും. നാളെ ഒരാളുടെ ഭർത്താവാണെങ്കിൽ മറ്റന്നാൾ വേറൊരാളോട് ഒളിച്ചോടി പോകും. അപ്പോൾ ചോദിക്കും ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. ആ ഒളിച്ചോടിപ്പോയത് തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ നാളെ ശത്രുവാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് ഈ സീരീസ് കാണുന്നവർക്ക് പോലും അധികം മനസ്സിലാവത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ സഫയ്ക്ക് നേരെ ഇപ്പോൾ ഫസ്മിന നിരന്തരം വീഡിയോ ചെയ്യാനിരിക്കുകയാണ്. അതായത് തൻ്റെ ഭർത്താവായിരുന്ന ലലുവിൻ്റെ കുൽസിത പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവ് സുഹൃത്തുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, അതും തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവ് തന്നെ ചിത്രീകരിച്ചപ്പോൾ അത് വിശ്വസിച്ചായിരിക്കണം ഫസ്മിന ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അവിടെ ഈ ഫസി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടേതായ കാരണങ്ങൾ കാണുമായിരിക്കാം. അതിലവർ തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന സഭ തന്നെ ഇപ്പോൾ താൻ ഒളിച്ചോടിപ്പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതെല്ലാം തൻ്റെ ഭർത്താവ് ക്രിയേറ്റ് ചെയ്ത വീഡിയോയാണ്, അതും കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം സഭ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കൂടെ നമുക്ക് കേട്ട് നോക്കാം. ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിന്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് തോന്നി. കാരണം മാനുവിന്റെ കുറച്ച് സ്പൈ പിള്ളേർ ഈ പരിസരത്ത് ചുറ്റി നടക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് തൊട്ടേ ആ പിള്ളേർ നല്ല ഡൗട്ട് ഉണ്ട്. ആ പിള്ളേരെ അടുത്തോട് മിണ്ടാനും വരാറുണ്ട്, എന്റെ അടുക്ക് അന്വേഷിക്കാനും വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിയിട്ടാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ലോക്ക്. അപ്പൊ ഞാൻ ഡോർ തുറക്കുമ്പോൾ ഡോർ നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതിനുള്ള ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് കയറാനൊരു ധൈര്യമില്ല, അത്രയ്ക്ക് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറ്റി ചവിട്ടി പൊട്ടിച്ചപ്പോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക് തല്ലി പൊട്ടിക്കാവുന്ന ഒരു ടൈറ്റില്. അപ്പൊ സാറുമാര് വന്ന് നോക്കി. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉണ്ടായത്. ഫുള്ള് അലങ്കോലം, ഫുള്ള് ശോകമായിട്ടുള്ള. ഞാൻ വീടിന് മുന്നിട്ടപ്പോ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയ്ക്ക് കുറവായിട്ടാണ് എന്റെ വീട്, ഫ്ലാറ്റ് മാനും. എന്നിട്ട് പോലീസുകാർ വന്നു, അവരിത് തുറന്നു പോയി. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കുട്ടീനെ കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്. കാരണം ലോക്ക് ഇമാതിരി തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ത് പിന്നെ റിസ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇൻഷാല്ല വേറെ ഞാൻ മാറും എന്തായാലും നോക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട്. കാരണം എല്ലാവർക്കും ഈ സ്ഥലത്തിന്റെ അഡ്രസ്സ് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അന്ന് പോലീസുകാർ വന്ന് താഴത്ത് പോയിട്ട് കുറച്ച് അയൽക്കാരും കൂട്ടങ്ങളും വന്ന് അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് മാനുവലി സ്പൈ പിള്ളേർ അവിടെ ഉണ്ട്. അവരിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരടുത്ത് അടക്കം ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പേടി നമ്മളൊന്ന് വിളിച്ചാൽ മതി, കോൺടാക്ട് നമ്പർ തരാന്നൊക്കെ പറഞ്ഞ അയൽവാസികൾ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു കുട്ടിയായിട്ട് ഒറ്റയ്ക്ക്. ഈ ലല്ലു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രധാന പരിപാടി ഇതായതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും അത് വിശ്വസിച്ചതും. എന്നാൽ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത രീതി അത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയണം. സ്വന്തം ഭർത്താവ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതും എന്തിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളത് ഓർക്കണം. ഇത് അദ്ദേഹത്തിൻ്റെയും ഈ വ്യക്തിയുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം. ആദ്യത്തെ ഭാര്യ മരിച്ചതിൽ തന്നെ കുറച്ച് വിവാദങ്ങളുണ്ട്. അതിനി ആരാണ് തിരികൊളുത്തി വിടുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ആ വീഡിയോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതിന് വ്യക്തമായിട്ട് തെളിവുമായിട്ടാണ് സഭ തന്നെ വന്നിരിക്കുന്നത്. അത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത കുട്ടികൾ തന്നെ പറയുന്നുണ്ട് അത് ഒളിച്ചോട്ടമല്ല എന്ന്. അതുകൂടെ കേട്ടു നോക്കാം. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് വിളിച്ചു, വിടാ നീ ഒന്ന് ജസ്റ്റ് ഇവിടെ വരണം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞ് നോക്കട്ടെ ചേച്ചി, വീട്ടിൽ നിന്ന് വിടുമെന്ന് തോന്നണില്ല, ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നപ്പോൾ ഞാൻ ഓൾറെഡി റെക്കോർഡർ ഓണാക്കി വെച്ച്, ക്യാമറയുടെ റെക്കോർഡർ അല്ല വോയിസ് റെക്കോർഡർ ഓണാക്കി വെച്ച്. എന്നിട്ട് ഞാൻ എടാ നിന്റെ ഫോണൊന്നും തന്നെ എനിക്ക് ഒരു ഇൻസ്റ്റയിൽ കാര്യം എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോൺ എടുത്തിട്ട് ഗാലറി എടുത്തു. ഗാലറി എടുത്ത സമയത്ത് ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ അതാ വീഡിയോ, ഞാൻ ബാഗ് എടുത്ത് പോകുന്ന അതാ വീഡിയോ ഞാൻ കണ്ടു. അന്ന് എന്ത് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ കാറിൽ നിന്ന് സാധനങ്ങൾ എടുത്തത്. ഞാൻ കാറിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് പോയപ്പോൾ ഇവിടെ താഴെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരുണ്ടായില്ലേ? ആ, വേറെ ആരൊക്കെ ഉണ്ടായി? ചേച്ചി ഉണ്ടായി. ചേച്ചി ഒറ്റക്കൊന്നല്ലേ ബാഗ് എടുത്തേ? വേറെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാർ, എന്റെ ഡ്രൈവർ ഉണ്ടായില്ലേ? പിന്നെ നാട്ടുകാർ ഫുൾ ഉണ്ടായില്ലേ? ഇതാരും പറഞ്ഞിട്ട് നീ വീഡിയോ എടുത്തേ? പിന്നെ എന്തിനാ എടുത്തേ? നീ ഇത് ആർക്കൊക്കെ അയച്ചു കൊടുത്തേ? മാനുവിന് അയച്ചു കൊടുത്തില്ല? അയച്ചു കൊടുത്തില്ലേ? പിന്നെ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇത് ഞാൻ ഒറ്റക്കല്ലേ, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പോലീസുകാരുണ്ടായില്ലേ? നീ നേരത്തെ നീ എന്റെ അടുത്ത് വന്നിട്ട് ടെറസിന്റെ മോള് വ്യൂ ഉണ്ടോ നോക്കിയതാ? ഞാൻ നോക്കട്ടെ. നിനക്ക് റീച്ച് ആവണമെന്നല്ലേ പറഞ്ഞേ? റീച്ച് ആവണമെന്നല്ലേ നീ പറഞ്ഞു? നിന്റെ അമ്മേനെ ഞാൻ കാണട്ടെ? നിന്റെ വീട് എവിടെ? ഞാൻ വന്നിട്ട്
കാണിച്ചാരാ ഞാൻ അതൊക്കെ ടെറസിന്റെ മുകളിൽ നോക്കേ. ഇതെന്ത് സംഭവം? ഇത് ഞാൻ ഒറ്റക്ക് വന്ന് കാറിൽ നിന്ന് ബാഗ് എടുക്കണത്. അന്ന് പോലീസുകാർ വന്ന് വാതിലൊക്കെ ഇത് ആര് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്? അലീം എന്തിനെന്ന് പറഞ്ഞ? അവളുടെ വീട് എവിടെ? ഞാൻ വരാം. നിനക്ക് റീച്ച് ആവണോ അല്ലേ? നീ കരയല്ല, ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കണേ. ഇതിലെവിടെ ലല്ലു ഉള്ളത് കൂടെ? ലല്ലു എവിടെ എന്റെ കൂടെ ഉള്ളത്? നിനക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഇപ്പൊ പരന്ന് നടക്കണ വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തരാ. നിങ്ങ ഈ തമാശക്ക് ചെയ്യണ കളിയില്ലേ? ആണല്ലേ? നിനക്ക് അങ്ങനെ നിന്റെ അമ്മേനെ കണ്ട. നിനക്ക് എത്ര പ്രായമുള്ളത്? കാണിച്ചരാടാ, കാണിച്ചരാ. എനിക്ക് ഞാൻ ചെയ്ത കാണിച്ചരാ നിനക്ക്. നിങ്ങൾ തമാശക്ക് കളിക്കണ കളിയില്ലേ, ഒരാളുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കളിയാന്ന് വിചാരിച്ചു നോക്കണം. ഞാൻ ചെയ്തരാ. ഇത് ഭർത്താവിൻ്റെ സ്പൈകളായ കുട്ടികളായിരുന്നു എന്ന് വേണം കരുതാൻ. അവർ നിരന്തരം എന്തൊക്കെ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അതെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം ജനങ്ങളുടെ അടുത്തേക്ക് എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഈ കുട്ടികൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അതിലേറെ മോശം തോന്നുന്നത്. എന്തായാലും ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ സ്ഥലവും അതുപോലെ തന്നെ കുട്ടികളുടെ പേരൻസിൻ്റെ വീട്ടിലും എല്ലാം പോയി ഈ സഭ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു പോകാം. ഉറങ്ങി കിടക്കണ കൊച്ചിനെ ഞാൻ എടുത്തോന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ കാർ ഇടുന്നേ? ഇവിടെ എന്റെ കാർ ഇടുന്ന ഇവിടെ ഞാൻ ഇറങ്ങി. അതിലെവിടെ? ഇതിൽ ഏത് ഭാഗത്തെ ലല്ലുണ്ടായത്? ലല്ലു നിന്ന സൈഡ് ഏതാ? അതായിക്കോട്ടെ. ലല്ലുവിന്റെ നിന്റെ ഫോണിൽ വന്നത് എങ്ങനെ? നിന്റെ ഫോണിൽ പിന്നെ എങ്ങനെ? ഏത് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? കാണിച്ചു തന്നെ. എന്തിനാ? വാ നീ വാ. അവളുടെ വീട് എവിടെ? നീ വാ. ആയിക്കോട്ടെ, സാരല്ല. നിങ്ങൾ 1 ടൈമോ 2 ടൈമോ എന്താ എനിക്ക് അറിയണ്ട. എനിക്ക് നിന്നെ ഫസ്റ്റ് തൊട്ടേ സംശയമുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ വിശ്വസിച്ചിട്ടില്ല. എടാ വീട് അമ്മനോട് ഫോൺ കാണിച്ചോ. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ ഫ്ലാറ്റിലാ താമസിക്കണേ. ഈ അടുത്ത് വന്ന പേരാണ് ഞാൻ ഒളിച്ചോടി പോയിന്ന്. ഇവ ഫോണില് എനിക്ക് അപ്പോഴേ സംശയമുണ്ട്. ഇവൻ ഈ ഓരോ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഇന്നലെ വന്ന വീഡിയോ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാ. കണ്ടാ? ഞാൻ ഒറ്റക്ക് അതായിക്കോട്ടെ ചേച്ചി, മേനും എന്ത് വിളിച്ചോട്ടെ, അവര് കൂട്ടുകൂടിക്കോട്ടെ, അതിലൊന്നും എനിക്ക് വിഷയമില്ല. ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ. എന്തായാലും പിള്ളേർ വെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ചേട്ടനൊരു വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പിള്ളേർ എടുത്തു കൊടുത്തതാണ്. പക്ഷേ ഈ പിള്ളേരും ആ പിള്ളേരുടെ പേരൻസും എല്ലാം പെട്ടിരിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. അവിടേക്ക് ഒളിച്ചോടി പോയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോകളെല്ലാം. അതായത് പലരും പറഞ്ഞു നടക്കുന്ന രീതിയിൽ താൻ ഒളിച്ചോടി പോയില്ല എന്ന് സ്ഥാപിക്കുകയാണ് ഉണ്ടാവുന്നത്. എന്റെ മാനസികാവസ്ഥ ഞാൻ ഇവിടെ പോയി പറയും. ഞാൻ പറയാം. ഈ ഒരു വീഡിയോ ഇപ്പൊ 16,000 പേരെ കണ്ടേക്കണം. അടുത്ത വീഡിയോ ലക്ഷങ്ങളാണ് ഓരോരുത്തർ കണ്ടേക്കണം. ഇത് ഫുള്ള് എടുത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തം യൂട്യൂബിൽ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വീഡിയോയിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ. ഈ വീഡിയോയിൽ ഒരു ബന്ധമില്ല. ഇതൊരു വീഡിയോ, ഇത് വേറൊരു വീഡിയോ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഒറ്റക്കാ ഫ്ലാറ്റിലേക്കണം. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഇതൊക്കെ കാണുമ്പോ. എന്നിട്ട് ഇവൻ പറഞ്ഞത് ഇവന്റെ ഏതൊരു കൂട്ടുകാരി പറഞ്ഞിട്ട് എടുത്തു കൊടുത്തത്. നിങ്ങൾ ഈ തമാശക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ അതൊരു ലൈഫിനാണ് ബാധിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യന്മാരേ അല്ല ഇവരൊന്നും. എനിക്ക് ഇവരപ്പുറം കടയുടെ അവിടെ നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ ഞാൻ ഒറ്റക്ക് കാറി വന്ന് സാധനം എടുക്കുമ്പോ വീഡിയോ എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഞാന് എന്റെ കൂടെ ചെറുക്കൻ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബാഗ് എടുത്ത് കയ്യും പിടിച്ച് പോകണമെങ്കിൽ അവന് വീഡിയോ എടുത്ത് ഇട്ടോട്ട് ഒരു വിഷയമല്ല. ഇത് ഞാൻ സംശയമല്ല. നമ്മൾ ഓൾറെഡി എന്നെ തല്ലി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നതാണ്.
എന്നിട്ട് ഇവിടെ ഡോറ് ഫുള്ള് തല്ലിപ്പൊട്ടിച്ചിട്ട് ഞാൻ പോലീസുകാരന്മാരെ വിളിച്ചിട്ട് തുറപ്പിച്ചിട്ട് ഞാൻ കയറിയതാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിന് മേളിൽ വെച്ചിട്ട് ഞാൻ ബാഗ് എടുത്ത് പോണ സീനാണ്. ഇവരെല്ലാവരും കണ്ടതാണ്, പോലീസിലെ ആൾക്കാർ മൊത്തം നാട്ടുകാർ ഫുള്ള് അവിടെ നിൽക്കണേ ഞാൻ കണ്ടതാണ്. ഇത് പറയുകയും ചെയ്ത് ആരും അവനായിട്ട് കൂടണ്ടെന്ന് പറയുന്നത് കൂടായിരുന്നു. അത്രയൊക്കെ കാണിച്ചിട്ട് അവൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പോണേ വീഡിയോ എടുത്ത് ഇടുമ്പോൾ ആയിക്കോട്ടെ അമ്മ വിളിച്ച് പറഞ്ഞോട്ടെ, അതല്ല ഇവൻ എന്തിനാ അയച്ചു കൊടുത്തത് അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങണല്ലേ. ഇപ്പൊ ഞാൻ ബാഗ് എടുത്ത് വല്ല ചെക്കൻ്റെ അടുത്തേക്ക് പോകണമെന്നുള്ള രീതിക്കല്ല അവരാക്കണേ. ഇവരിപ്പോ തമാശക്ക് അയച്ചു കൊടുത്ത, പക്ഷെ അവര് തമാശക്ക് എടുക്കൂല. വൺ സൈഡ് ഇവൻ പറഞ്ഞ വൺ സൈഡ് അയച്ചു കൊടുത്തേ. എടാ നീ അത് വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്നെ അമ്മാതിരി തല്ലിക്കൂട്ടിയ ആൾ ഇനി ഒറ്റക്ക് നിക്കണേന്റെ അല്ലേ. ഈ ഉറങ്ങിക്കിടന്ന പൈതലെടുത്തിട്ട് ഞാൻ ഇപ്പൊ വന്നത് അറിയാൻ വേണ്ടി. ഇത് ഇട്ട വീഡിയോ ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് എപ്പോഴേ തോന്നിയ ഡൗട്ട്. അതാണ് ഞാൻ ഇവനെ വിളിച്ചത് ഒന്ന് വരണമെന്ന്. എനിക്കറിയാം ഇവന്റെ ഫോണിലുണ്ടാവുന്നു. ഇവൻ സ്റ്റെപ്പ് കയറുന്ന അടക്കം വീഡിയോ എടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് വാതിലടക്കം വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഒളിച്ചോടിപ്പോയെന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുമായിട്ട് ഒരു ലൈവിൽ വന്നത് എന്തുകൊണ്ട്? അതായത് തൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ആ കൂട്ടുകാരിയെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയപ്പോൾ കൂടുതൽ ആ വ്യക്തിയെ വിമർശിച്ചത്, അതായത് സഫ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ലല്ലുവിനെ തന്നെ ആയിരുന്നു. ആ വ്യക്തിയെ തെറി വേറെ വിളിച്ച് ഫസിയെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ സഫ. അങ്ങനെയുള്ള സഫ തന്നെ എന്തിന് ലല്ലുവിൻ്റെ ലൈവിൽ പോയി? അതൊരു ചോദ്യമാണ്. അതിനൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഫസി പല ചോദ്യങ്ങളും സഫയോട് ചോദിക്കുന്നത്. അതായത് ലല്ലു ഫസിയെ ഇട്ടിട്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമായിട്ട് വന്ന സഫ തന്നെ എന്തിന് ലല്ലുവിൻ്റെ ലൈവിൽ വന്നു? അത് ചോദ്യമാണ്. അതിന് ആൻസർ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് സഫ അയച്ച ഓരോ ചാറ്റുകളും, അതായത് ലല്ലുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവൻ ചെയ്തത് വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും ഇപ്പോൾ ഫസി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിൽ ഫസി ക്ലാരിറ്റിയോടാണ് പല കാര്യങ്ങളും പറയുന്നത്. മാക്സിമം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കട്ടാ. ലൈഫ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും, പക്ഷെ അത് നമ്മളത് ടൈറ്റാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പാടാം. മാക്സിമം നോക്ക്, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് രണ്ടാളും കൂടി മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് വാ. ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോംപ്രമൈസ് ടോക്ക്, നിങ്ങളൊരിക്കലും പിരിയല്ലേ എന്ന് ചില ആത്മാർത്ഥ സുഹൃത്തുക്കൾ പറയുമല്ലോ, അതേ ഒരു ടോണിലാണ് സഭ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് 14 ഒക്ടോബറിനാണ്. 14 ഒക്ടോബറിന് അയച്ച മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ കാണിക്കാം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പേഴ്സണലി വല്ല ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തറിയരുത് കേട്ടോ. കാരണം എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുവാണ് കുറേ എണ്ണങ്ങൾ. എനിക്ക് അനുഭവം ഉള്ളതാ. പിന്നെ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിഷമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഞാൻ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ആക്കിയേക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പം ഞാൻ ചോദിച്ചാൽ നീ എന്താ അങ്ങനെ പറഞ്ഞേ? യൂട്യൂബിൽ നിന്റെ ഷോർട്സ് വന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിച്ചുള്ള വീഡിയോസ് ഇട്ടതല്ലേ, പിന്നെ നിങ്ങൾ അൺഫോളോ ആക്കുന്ന കൊളാബ് കളയുന്നത്, അതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കറിയാം, ഇൻഷാല്ലാ റെഡിയാവും. ഒരു കൂട്ടുകാരിയോട് കൊടുക്കേണ്ട ഉപദേശം തന്നെയാണ്, ശരിയാണ്. എനിക്കിഷ്ടപ്പെട്ട ഉപദേശം. എന്തായാലും ഇപ്പം ഞാൻ ആലോചിക്കാണ്, പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിഷം ഉണ്ടാവുമെന്ന് അവൾ തന്നെ പറഞ്ഞിട്ട് പാർട്ട്ണറിനെ കൊണ്ട് അവളങ്ങ് പോയി. അതെ, രണ്ടുപേരും ഒളിച്ചോടി എന്നാണ് ഫസി പറയുന്നത്. ഫസിക്ക് അങ്ങനെ പറയാൻ ഫസിയുടേതായ ചില കാരണങ്ങളുണ്ട്. അതായത് ആ ലൈവ്, സഫയും ലല്ലുവും ഒന്നിച്ചുള്ള ആ ലൈവ്, അതൊരു വളരെ ദൈർഘ്യം കുറഞ്ഞതുകൊണ്ട് തന്നെ ആരും സേവ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ലല്ലുവിൻ്റെ ലൈവിൽ സഫ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഫസി അങ്ങനെ പറയുന്നത്. എന്താണ് സ്വന്തം പാർട്ട്ണറായിട്ട് കശവിഷ തീർക്കാണ്ടിരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അവൾ പറയുകയാണ്, ഞാൻ നല്ലതിനെ പറയൂ, നീ ഹേർട്ട് ആവാണ്ടിരിക്കാൻ. പേഴ്സണലി നിന്നെ അറിയില്ലെങ്കിലും ഒരു പാവാണ് നീ. ഒച്ചോട്ടോ, ഞാൻ പാവാന്ന് പറഞ്ഞല്ലോടാ കുട്ടാ നീ. ഞാൻ താങ്ക് യു പറഞ്ഞു. ഓക്കെ, വളരെ നല്ലൊരു കൂട്ടുകാരിയാണ്. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ഇനി ഇതിലും കൂടുതൽ എനിക്ക് വേണ്ടി സഫ ചാവാൻ വരെ റെഡിയായിരുന്നു. എനിക്ക് വേണ്ടി സഫ ചിലപ്പം അമ്പിളിയമ്മാവിനെ വരെ എനിക്ക് വേണേൽ പറിച്ചോണ്ട് തരും. ആ അവസ്ഥയിലായിരുന്നു സഫ എന്നെ സ്നേഹിച്ചിരുന്നത്. ആ സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രിയതമനെ കൊണ്ടുപോയത്. അതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ ലൈവിൽ വന്നത് എന്തിനാണെന്നുള്ള ആൻസർ പറയുമായിരുന്നെങ്കിൽ, അത് സഭ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയാനേ. അതെന്തുകൊണ്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത്? അവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് പലർക്കും സംശയം തോന്നാനും പലരും അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴും അത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാനും ഇടയായത്. അത് തെറ്റിദ്ധരിച്ചവരെ ആർക്കും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം തെളിവുകൾ സഭയ്ക്കെതിരായിരുന്നു മുന്നേ തന്നെ. 27 ഒക്ടോബറിന് വന്ന മെസ്സേജാണ്, ഞാൻ ഇന്നലെ നിന്നെ ഡ്രീമിൽ കണ്ടു. എന്താ കണ്ടേ? നീ ചെറുതായിട്ട് പ്രഗ്നന്റ് ആണ്. വാവ്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം, ബാ നമുക്ക് എവിടെയെങ്കിലും പോവാം. അപ്പം നീ പറഞ്ഞു നിനക്ക് മൂടില്ല. എന്നിട്ട് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ട്, നിന്നെ കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ.
കൊച്ചിക്കൊക്കെ ഇറങ്ങുക. അപ്പം സ്വപ്നം കണ്ടു പുള്ളിക്കാരി എന്നെ. അത്രയും തീവ്രമായ അടുപ്പമുള്ള കൂട്ടുകാരിയാണ് എന്നെ സ്വപ്നം വരെ കാണാൻ തുടങ്ങി. അതിൽ ട്രിപ്പ് പോകാന്ന് അവൾ പറയുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയത് സ്വപ്നം കണ്ടു കേട്ടോ. പ്രഗ്നൻ്റ് ആയി സ്വപ്നം കണ്ട് ട്രിപ്പ് പോകാന്ന്. അന്നേരം ട്രിപ്പ് പോയെങ്കിൽ അന്നേരം എൻ്റെ ഭർത്താവിനെ നിനക്ക് അന്നേരം ആ ട്രിപ്പിലൂടെ അങ്ങ് കൊണ്ടുപോയായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടെ അടിപൊളി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഭർത്താവാണെങ്കിൽ നാളെ മറ്റൊരാളുടെ കാമുകനായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ശത്രുവായിരിക്കും. പിന്നീട് ഈ വ്യക്തിയുടെ തന്നെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ആയിരിക്കും. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് മാറുന്നത് കൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ റിലേഷൻഷിപ്പ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പറയുന്നവർ നാണിച്ചു പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്, അന്നേ ഒളിച്ചോടി പോയാനേ എന്ന്. മൈൻഡ് കട്ടായി പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ കേസ് കൊടുത്തു. അപ്പോൾ അവൾ ബി കൂൾ എന്നൊക്കെ പറഞ്ഞു. ബി കൂൾ അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എനിക്ക് സോൾവ് ആക്കണ്ട, അവൻ ഫ്രോഡാണ്. ആർ യു ഓക്കെ ദെൻ ഫൈൻ. ഫ്രോഡാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാം ഞാൻ കുറേ അറിഞ്ഞു. അപ്പോൾ അവൾക്ക് അറിയാം ഫ്രോഡാണെന്ന്, അവൾ കുറേ അറിഞ്ഞു. ഓക്കെ, ഇപ്പം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കട്ടാ. ലൈഫ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും, പക്ഷെ ഇത് നമ്മളത് ടൈറ്റാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പാടാം. മാക്സിമം നോക്ക്, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് രണ്ടാളും കൂടി മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് വാ. പക്ഷെ സഫയും ലല്ലുവും റെഡി ആയിരിക്കണം. ഞാൻ ഇടുന്ന കാര്യങ്ങൾ കാണാനും നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. പിന്നെ ഇപ്പോഴും സഫ ഉത്തരം തന്നിട്ടില്ല. എങ്ങനെ ലല്ലുവിന്റെ ലൈവിൽ സഫ വന്നു, സഫയുടെ കുട്ടി എങ്ങനെ ലൈവിൽ വന്നു, സഫ എങ്ങനെ വന്നു, ലൈവ് എന്തെങ്കിലും മ്യൂട്ട് ചെയ്തു, ഇതൊന്നും സഫയ്ക്ക് ഉത്തരവില്ല. ആ കമന്റ് വന്ന സഫ അപ്പത്തെ വാനിഷാണ്. സഫ വാനിഷ് മോഡിലോട്ട് പോകും. അപ്പം ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും സഫയ്ക്ക് ഉത്തരം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഫ്രോഡായ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ലൈവിൽ വന്നല്ലോ, അതാണ് ഇത്രയും സംശയം ഉണ്ടാക്കാനുള്ള കാരണം. ഇവർക്കൊക്കെ ഇത്രയും ബുദ്ധി ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ബുദ്ധിയല്ല, ഒരു വിവരം പോലും ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഇങ്ങനൊരു തന്നെ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അവൻ്റെ വലയിലേക്ക് പോയി വീഴാൻ കാണിച്ച ആ മനസ്സ്, അതാണ് ഇപ്പോൾ പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് സഭയെ. അറ്റ്ലീസ്റ്റ് മിസ്രി എൻ്റെ ഫ്രണ്ട് അല്ലെന്ന് പറയാം. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാം. നീ എൻ്റെ ഫ്രണ്ടായിട്ട് നീ ഇത് ചെയ്യുന്നെങ്കിൽ നിനക്ക് കാണ്ടാമൃഗത്തിൻ്റെ അല്ല, നീ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് കൂട്ടുകാരിയുടെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെയാണ് നീ പോയിരിക്കുന്നത്. അതിലും വലിയ ഒരു വൃത്തികേട് ഒരു യുവതിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇത്രയും ഡീസൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇതിൽ സഭയുടെ വീഡിയോ പ്രചരിപ്പിച്ച മഹനാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമായിരുന്നു ആ ഒളിച്ചോടൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തതും കുറേ കൊച്ചു സ്പൈകളെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തത്. അതിന് മുമ്പ് തന്നെ ഈ വ്യക്തി ഫസിയെ വിളിക്കുന്നൊരു കോളുണ്ട്. നിന്റെ വിഷയത്തിൽ എന്തിനു സഭയെ ഉൾക്കൊള്ളിക്കുന്നു, നീ പറഞ്ഞിട്ടല്ലേ അവൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന രീതിയിൽ ആ വ്യക്തി സംസാരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഫസി പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തതെന്ന് ഫസി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളും നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭ എന്തിന് ലല്ലുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു? ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിന് ചാറ്റുകൾ നടത്തി? അതൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഫസി തെറ്റുകാരിയല്ല എന്ന് ഫസി തന്നെ തെളിവുകൾ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴവിടെ വീണ്ടും സഫയ്ക്കേറെ സംശയങ്ങൾ വരികയാണ്. എന്തായാലും സഫയുടെ ഭർത്താവ് മെഹനാസ് പറഞ്ഞ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴെ കാര്യങ്ങളെല്ലാം അറിയണത്, നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇവളെ കൊണ്ട് വേറെ ആർക്കും മെസ്സേജ് അയപ്പിക്കല്ലട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. ഒരു കാര്യം കേട്ട് ഇങ്ങനെ വേറെ ആളെ വെറുതെ നമ്മൾ പോയി ഇങ്ങനെ ഇത്രയും തെറി പറഞ്ഞിട്ടൊക്കെ മെസ്സേജിൻ്റെ അമ്മോ ഞാൻ ആകെ ഷോക്കായി പോയി. ഇപ്പോൾ അത് കാണുന്നത്, നീ ഇങ്ങനത്തെ മെസ്സേജ് അയക്കാനാണെങ്കിൽ നീ ഇവക്ക് മെസ്സേജ് അയക്കല്ലേ കേട്ടാ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ കാര്യം കണ്ടിട്ടാകുമ്പോൾ ഞാൻ ഷോക്കായി പോയി. കാരണം എന്താ പറയുക, ഞാൻ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചില സമയം നീ അറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ എന്നെയും ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ അറിയാണ്ട്, സത്യാവസ്ഥ അറിയാണ്ടെന്ന് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പേഴ്സണലി ആരും ഇതുപോലെ ഇവിടെയൊക്കെ അതിനെല്ലാം വ്യക്തമായിട്ട് തെളിവുകളോടെയാണ് ഫസി സംസാരിക്കുന്നത്. അതാണ് ഫസിയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഫസി പറയുന്നത് പലരും വിശ്വസിക്കുന്നതും സഫ പറയുന്നത് പലതും കള്ളത്തരമായി മാറുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഒളിച്ചോടി പോയില്ലായിരിക്കാം. എന്നിരുന്നാലും എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഏറ്റവും കൂടുതൽ വെറുത്ത ലല്ലുവുമായിട്ട് ഇപ്പോൾ എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം ഫസി ഉന്നയിക്കുന്നു. അതിനൊരു ആൻസർ ഇതുവരെ നൽകിയിട്ടില്ല. അത് നൽകണമെന്നാണ് ഫസി പറയുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത മെഹനാസാണ്. മെഹനാസിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളും ഇപ്പോഴും സഭ തന്നെ തുറന്നു പറയുമെന്നാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയൊക്കെ ഇതിൻ്റെ പിന്നിൽ മെഹനാസ് ആണോ എന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മെഹനാസ് അത്ര നല്ല വ്യക്തിയല്ല എന്നും അതുപോലെ തന്നെ ആദ്യ ഭാര്യ മരിച്ചതിൽ സംശയങ്ങൾ ഇപ്പോഴും വിട്ടുമാറാത്ത സ്ഥിതിക്ക് തന്നെ പലരും ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. സഫയുടെ കൈ, സഫ ചിലപ്പോൾ നാളുകളിൽ അല്ല എന്ന് പറയുമായിരിക്കാം, എനിക്കറിയില്ല. ഇവരെ ആരും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇവരയച്ചു തന്നതിന്റെ എല്ലാ എവിഡൻസും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാം എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഞാൻ ആ വിശ്വാസത്തിന്റെ സാധ്യതയിൽ 1% കുറച്ചു തന്നെ പറയട്ടെ. നാളുകളിൽ ആരെങ്കിലുമൊക്കെ ഇവരൊക്കെ മാറിയേക്കാം. പക്ഷേ ഈ കൈ ഇവൻ കടിച്ചുണ്ടാക്കിയതാണ് എന്ന് സഫ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ റിഫേ ഇവൻ ചെയ്തിട്ടുണ്ടാകില്ലേ? കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും പല ആളുകൾക്ക് ചിലപ്പോൾ തോന്നിക്കാണാം
എന്ത് റിഫ, എന്ത് സഫ എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയല്ല. റിഫയെ പോലെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായേക്കാം, നിങ്ങളുടെ കുട്ടിക്കും നാളെ ഇതുപോലെ സംഭവിച്ചേക്കാം, ഇതുപോലെയുള്ള ആളുകളിൽ. അതിൽ സഭ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് മേനാസ് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പല തെളിവുകളും തെറ്റായിട്ട് ഉണ്ടാക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിലൊരു തെളിവാണ് ആ വീഡിയോ, ആ ഒളിച്ചോട്ട വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്ത് ഒന്നാക്കി ആളുകളെ തെറ്റിദ്ധരിച്ച് അത് ഇല്ലാത്തൊരു കാര്യം സത്യമാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഇനി അതിന് മുന്നിൽ എന്തൊക്കെ കളികളുണ്ടെന്ന് അവർക്കേ അറിയത്തുള്ളൂ. ഇനി സത്യമാണോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല. സഭ പറഞ്ഞു വെച്ചാണെങ്കിൽ ഒളിച്ചോടിയില്ല എന്നേ പറയാൻ കഴിയത്തുള്ളൂ. അതിലിപ്പോൾ സഭ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതും കൂടെ കേട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ മാനുല്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും വരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. മാനുവിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മെയിൻ സംഭവം ഭീഷണിപ്പെടുത്തുന്നത് ആത്മഹത്യ. എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞെങ്കിൽ ഇത്രയും നാളെ ഈ ഭീഷണിപ്പെടുത്തിയോടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത് തന്നെ. എന്തായാലും ഈ യൂണിവേഴ്സിലെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനിയും മുന്നോട്ട് തന്നെ പോവും. കോഴികൾ കോഴിത്തരവുമായിട്ട് മുന്നോട്ട് പോവും. തട്ടിപ്പുകാർ എന്ന രീതിയിൽ മുന്നോട്ട് പോവും. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും. ഏത് ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും പറയാൻ കഴിയത്തില്ല. ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും അടുത്ത തെളിവുകളുമായിട്ട് വരട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.